കോഴിക്കോട്ടെ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. റോഡ് പൂർണ്ണമായും തകർന്നു. കക്കയം, കരിയാത്തുംപാറ, കൂരാച്ചുണ്ട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. മലയോര ഹൈവേയുടെ പണി നടക്കുന്ന 25-ാം മൈൽ തലയാട് ഭാഗങ്ങളിൽ ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. 26-ാം മൈലിൽ മണ്ണിടിഞ്ഞ് കക്കായം, കരിയത്തമ്പാറ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന എല്ലാ ഭാഗത്തേക്കും മണ്ണിടിഞ്ഞതുകൊണ്ട് റോഡ് പൂർണ്ണമായി തകർന്ന അവസ്ഥയിലാണ്. റോഡിൽ ഇടിഞ്ഞ മണ്ണുകൾ മാറ്റി എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കോഴിക്കോട് ജില്ലയിലും ശക്തമായ മഴ തുടരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഇടത്താണ് ഇപ്പോൾ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന മണ്ണിടിച്ചിലാണ് തലയാട് മേഖലയിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. കൂരാച്ചുണ്ട്, കരിയാത്തുംപാറ അതുപോലെയുള്ള മേഖലകളിലേക്ക്, പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്നു പോകുന്ന വഴിയാണ്. ആ മേഖലയിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. ഒപ്പം തന്നെ പാറക്കൂട്ടങ്ങളും താഴേക്ക് പതിച്ചിട്ടുണ്ട്, മരങ്ങളും പതിച്ചിട്ടുണ്ട്. ആ റോഡ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഈ ഭാഗങ്ങളിലേക്ക് പോകുന്ന ഏതാനും വാഹനങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. റവന്യൂ ഉദ്യോഗസ്ഥരോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥരോ ആരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല. ഇത്തരമൊരു സാഹചര്യമാണ് ഉള്ളത്. മഴ കനക്കുന്ന മുറയ്ക്ക് അവിടെ ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നു. എന്തായാലും അവിടെയുള്ള ഒരു രക്ഷാപ്രവർത്തനം ആവശ്യമായി വന്നിരിക്കുകയാണ്. അവിടെ 4 വാഹനങ്ങളിലായി ഏതാനും പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. മഴ കനക്കുന്നതോടുകൂടെ അവിടെ കൂടുതൽ അപകടത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. SKN.